ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ 1-2 വീഡിയോകൾ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമെന്ന്. നമ്മളുടെ ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിന് നമുക്ക് പ്രോപ്പറായ ഒരു ഓഡിയൻസ് വേണം. അതേപോലെ തന്നെയാണ് നമുക്ക് പ്രോപ്പറായ ഓഡിയൻസിലേക്ക് നമ്മളുടെ ചാനൽ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വ്യൂസ് വരുത്താൻ ശ്രമിച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടോ നമ്മൾ അതിൽ വാച്ച് ടൈമോ അതല്ലെങ്കിൽ സബ്ബൊക്കെ ഇൻക്രീസ് ചെയ്താലോ നമുക്ക് ആ ഒരു സബ്സ്ക്രൈബർ ജെനുവനായിട്ട് നമ്മളുടെ ചാനലിൽ മുഴുവൻ വീഡിയോസും കാണണം എന്നില്ല. നമ്മൾ തുടർന്നിടുന്ന വീഡിയോകളൊന്നും അവർ കാണണം എന്നില്ല. അപ്പോൾ നമ്മൾക്ക് റിയലായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനാണ് നമുക്ക് എപ്പോഴും ആവശ്യം. നമ്മളുടെ ഒരു യൂട്യൂബ് ചാനൽ വളർന്നു വരണമെങ്കിൽ നമ്മൾ അതിൻ്റേതായ കണ്ടൻറ്റിൽ വീഡിയോകൾ ഇട്ടിട്ടും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലും നല്ല ക്ലാരിറ്റിയിലും ഒക്കെ വീഡിയോ ഇട്ട് നമ്മളുടെ വീഡിയോ യൂട്യൂബിൽ നിന്ന് തന്നെ ആൾക്കാർ കണ്ട് അവർ സ്വന്തം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്ന സബ്സ്ക്രൈബറാണ് നമ്മളുടെ ചാനൽ എപ്പോഴും നമ്മളുടെ ചാനൽ റീച്ചിലേക്ക് പോകാൻ സഹായിക്കുക. അതല്ലാതെ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സിനെ അതേപോലെ നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഭാവിയിൽ ദോഷമേ ചെയ്യുള്ളൂ. യൂട്യൂബ് ചാനൽ ഗ്രോത്തായിട്ട് മുന്നോട്ട് പോകാൻ യാതൊരു പ്രയോജനവും ഇതിൽ നിന്ന് ഉണ്ടാവുകയില്ല. അപ്പം ജനുവനായിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യണം. സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ തീർച്ചയായിട്ടും യൂട്യൂബ് ഒരുപാട് ആൾക്കാരിലേക്ക് ഇംപ്രഷൻ ചെയ്യും. ഈ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ അതിൽ ക്ലിക്ക് ചെയ്യുകയും ആ വീഡിയോ വാച്ച് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബ് അത് ഒരുപാട് ആളിലേക്ക് പിന്നെയും എത്തിക്കും. അങ്ങനെ എത്തിക്കുമ്പോൾ ഈ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ വ്യൂസും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും എളുപ്പത്തിൽ കയറി വരും. അപ്പം നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ 1, 2, 3 വീഡിയോസ് ഇട്ടിട്ട് വ്യൂസ് ഒന്നും കാണാതെ നിർത്തരുത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പം നമ്മളുടെ ചാനലിൽ അതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത് തുടർച്ചയായിട്ട് തന്നെ ഇട്ട് അതേപോലെ തന്നെ നല്ല സെർച്ചബിൾ ആയിട്ടുള്ള ടൈറ്റിലും ടാഗും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. എന്നെങ്കിലും നമുക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. വ്യൂസ് വരികയോ വരാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആകട്ടെ, നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടോ നമുക്ക് അത് എന്തെങ്കിലും ഉപകാരപ്പെടും എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് യൂട്യൂബ് തന്നെ റെക്കമെൻഡേഷനിലൂടെ നമ്മളുടെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കും. അതുവഴി നമുക്ക് നമ്മളുടെ ചാനൽ ഈസി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ട്രിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും നമ്മൾ ഇന്ന് വരെ യൂട്യൂബിൽ എങ്ങനെയാണോ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് ആ ഉടായ്പ പരിപാടികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളുടെ കഴിവ് മൊത്തം ഉള്ളിലുള്ള കഴിവ് മൊത്തം എടുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചാനലിൽ ആരെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്യും. ആ ക്ലിക്ക് ചെയ്യുന്നവർ ഇനിയിപ്പോൾ 10 ആൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഒരു സബ്സ്ക്രൈബറെ നമുക്ക് ലഭിക്കുകയുള്ളായിരിക്കാം. ആ ഒരു സബ്സ്ക്രൈബറെ നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു 10 വീഡിയോസ് ചെയ്യുമ്പോൾ 10 സബ്സ്ക്രൈബേഴ്സായി. അതേപോലെ തന്നെ ഒരു 100 വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായ മാറ്റം നമുക്ക് നമ്മളുടെ ചാനലിൽ കാണാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് ഇതിൽ യൂട്യൂബിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ആ ട്രിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വർക്കാവും, ഈ ട്രിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വർക്കാവും. ഇതൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് മടുത്തവരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളിലേക്ക് പറയുന്നത്. യൂട്യൂബ് സ്വന്തമായിട്ട് യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ വീഡിയോ മനസ്സിലാക്കി അത് പ്രോപ്പറായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുമ്പോഴേ നിങ്ങളുടെ ചാനൽ റീച്ച് ആവുകയുള്ളൂ. അല്ലാതെ ഉടായ്പ വേലകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ഷെയർ ചെയ്യ്, ഈ ലിങ്ക് ഷെയർ ചെയ്യ്, അപ്പുറത്തേക്ക് ചെയ്യ്, ഇപ്പുറത്തേക്ക് ചെയ്യ്. ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല. നമ്മളുടെ ജോലി ക്ലിയറായിട്ട് ചെയ്യുക. അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് യൂട്യൂബ് അത് നമുക്ക് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ജെനുവനായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് എന്ത് ചെയ്യും, നമ്മളുടെ ചാനലിനെ കുറച്ച് ആയിട്ട് റീച്ചിലേക്ക് എത്തിക്കും. അതല്ലാതെ കുറേ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്ത് അങ്ങോട്ട് ചെയ്താൽ മതി, ഇങ്ങോട്ട് ചെയ്താൽ മതി, അവിടെ ലിങ്ക് ഇട്ടാൽ മതി, ഇവിടെ ലിങ്ക് ഇട്ടാൽ മതി, അവിടെ ലൈക്ക് ചെയ്താൽ മതി, ഇവിടെ ലൈക്ക് ചെയ്താൽ മതി. ഇതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളുടെ ജോലി മുന്നോട്ടേ കൊണ്ടുപോകുക. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ജയ് ഹിന്ദ്.